പ്രവാസി കോൺക്ലേവ് വേറിട്ടൊരനുഭവമായിരിക്കും. ഒന്ന് പങ്കെടുക്കുന്നവരുടെ എണ്ണം ഇന്നിപ്പോൾ വൈകുന്നേരം ഇവിടെ ഒരു 40,000 പേരുണ്ടാവും. മഹാഭൂരിപക്ഷം പ്രവാസികളായിരിക്കും. പ്രവാസി കുടുംബങ്ങൾക്ക് കത്ത് കൊടുത്ത് ക്ഷണിച്ചിട്ടുള്ളത്. നാളെ ഓൺലൈനായിട്ട് പങ്കെടുക്കുന്നതിന് ഇന്നിപ്പോൾ 1,50,000 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ നിമിഷം ഇവിടെ മർത്തമ്മ കോളേജിലാണെങ്കിൽ 35 സമ്മേളനങ്ങളുണ്ട്. ഈ അർത്ഥത്തിൽ അതിവിപുലമായിട്ടുള്ള പങ്കാളിത്തമാണ്. രണ്ടാമത്തേത്, കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് വേറിട്ടൊരു പുതിയ ഒന്ന്, സാധാരണ പ്രവാസികളെ കുറിച്ച് പറയുമ്പോൾ അവരയക്കുന്ന പണം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഇതൊക്കെയാണ് പരിശോധിക്കാം. എന്നാൽ അതിനപ്പുറം ഒരു സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. അവരുടെ ലോക പരിചയം, വിജ്ഞാനം, ഇതെല്ലാം എങ്ങനെ കേരളത്തിന് ഉപയോഗപ്പെടുത്താം. അതിൻ്റെ പ്രത്യേകത കൊടുത്താൽ കുറയില്ല, കൂടത്തേ ഉള്ളൂ. എന്നാൽ അത് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം ജ്ഞാനസമ്പദ്ഘടനയിലേക്കുള്ള കേരളത്തിൻ്റെ പരിവർത്തനത്തിൽ അവരുടെ ഈ അനുഭവങ്ങളും വിജ്ഞാനവും ബന്ധങ്ങളും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഈ കോൺക്ലേവിൻ്റെ മുഖ്യ പ്രമേയം.